നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണത്? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പകൽ SFIക്കൊപ്പവും രാത്രിയിൽ PFIക്കൊപ്പവും, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കൊപ്പവും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഗവർണർ പറഞ്ഞത്. ദേശീയ മാധ്യമമായ NDTVക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായ ആക്രമണം ഗവർണർ കടുപ്പിച്ചത്. UAPA പ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ച PFIയുമായി കേരളത്തിലെ ഭരണകക്ഷിയായ CPMന് ചങ്ങാത്തമുണ്ടെന്നും SFI വഴിയാണ് ബന്ധമെന്നും ഗവർണർ ആരോപിച്ചു. ഇക്കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു പ്രസ്താവന ഗവർണർ നടത്തിയിരുന്നു. അത് കുട്ടി സഖാക്കളെ ഉപയോഗിച്ച് തന്നെ നേരിടുന്നതിനെ കുറിച്ചായിരുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ CPMന്റെ സംഘടനയായ SFIയെയും നിരോധിത ഭീകര സംഘടനയായ PFIയെയും ഉപയോഗിച്ചാണ് തന്നെ തെരുവിൽ നേരിടുന്നത് എന്നായിരുന്നു പറഞ്ഞത്. തന്റെ അധികാര ദുരുപയോഗത്തിനും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്നവരെ ഏതുവിധേനയും നേരിടുകയെന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രീതി. ഭരണഘടനയും നിയമവുമൊന്നും ഇതിന് തടസ്സമല്ലെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. ഇതിന്റെ ആപത്കരമായ മുഖമാണ് ഗവർണർ തുറന്നു കാട്ടിയിരിക്കുന്നത്. നിലവിൽ തന്നെ തടയാൻ ശ്രമിച്ചത് SFIയും PFI തീവ്രവാദികളും ചേർന്നാണെന്നാണ് ഗവർണർ പറയുന്നതിന് തെളിവുകളുണ്ട്. അറസ്റ്റിലായവർ 7 പേർ PFIക്കാരായിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട്. CPMും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം കുപ്രസിദ്ധമാണ്. തിരഞ്ഞെടുപ്പുകളിൽ ഇരുകൂട്ടരും ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യത്തിലേർപ്പെടുകയും ഒരുമിച്ച് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ PFIക്കാർ കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് താൽപര്യം കാണിക്കാതിരുന്നത് CPMന്റെ താൽപര്യപ്രകാരമാണ്. ഭീകരപ്രവർത്തനം നടത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും സംഘടനയിൽപ്പെട്ടവരുമായി CPM ബന്ധം തുടരുന്നതും ഗവർണർക്കെതിരെ അക്രമാസക്ത സമരം നടത്താൻ ഇക്കൂട്ടരെ ഉപയോഗിക്കുന്നതും വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർ സർക്കാരിന് കൈമാറുകയും ശക്തമായ നടപടികൾ ഉണ്ടാവുകയും വേണം. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VCമാരെ ഗവർണർ ഈ മാസം 24-ന് ഹിയറിംഗിന് ക്ഷണിച്ചിരിക്കുകയാണ്. VCമാരോ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സംസ്കൃത സർവകലാശാല VC ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തെങ്കിലും അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു. പിഴ ഈടാക്കേണ്ടി വരുമെന്ന കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം അപ്പീൽ പിൻവലിക്കുകയായിരുന്നു. 24-ന് തനിക്കോ തന്റെ അഭിഭാഷകനോ ഹിയറിംഗിന് പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ടെന്ന് കാണിച്ച സംസ്കൃത VC ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഹിയറിംഗ് യാതൊരു കാരണവശാലും മാറ്റില്ല എന്ന് അറിയിച്ച ഗവർണറുടെ ഓഫീസ് ഓൺലൈനായി പങ്കെടുക്കാൻ നിർദ്ദേശിച്ചു. കാലിക്കറ്റ് VC നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ VCമാരെ UGC പ്രതിനിധി കൂടാതെ ആദ്യ VCമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് VC പദവി അയോഗ്യമാകാൻ കാരണമായി ഗവർണർ നോട്ടീസ് നൽകിയത്. ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള MG കുസാറ്റ് മലയാളം VCമാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചു. KTU കണ്ണൂർ ഫിഷറീസ് VCമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെട്ടു. ഇതിനിടെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് കേരള VC വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പ്രോ ചാൻസലർ എന്ന നിലയിൽ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് സംബന്ധിച്ച് കേരള VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ബുധനാഴ്ച ഗവർണറെ നേരിൽ കണ്ട് റിപ്പോർട്ടും നൽകി. ഗവർണർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് VC റിപ്പോർട്ട് നൽകിയത്. സർവകലാശാല നിയമപ്രകാരം വൈസ് ചാൻസലറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടതെന്ന് മന്ത്രിയെ അറിയിച്ചിട്ടും മന്ത്രി യോഗ നടപടികൾ ആരംഭിച്ചതായി VC ഗവർണറെ അറിയിച്ചു. അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം പാസായതായി യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ പ്രതിപക്ഷ സെനറ്റ് അംഗങ്ങൾ 2 പേരുകൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചതായും VC ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. നിർദ്ദേശിച്ച പ്രതിനിധികളുടെ പേരുകൾ ഗവർണർ സ്വീകരിക്കാൻ സാധ്യതയില്ല. VC അധ്യക്ഷത വഹിക്കേണ്ട യോഗത്തിൽ ചാൻസലറുടെ അനുമതി കൂടാതെ മന്ത്രി അധ്യക്ഷത വഹിച്ചത് ക്രമവിരുദ്ധമാണെന്നും ഗവർണറുടെ അനുമതി കൂടാതെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പാടില്ലെന്നും മന്ത്രിയെ ഗവർണർ അറിയിക്കുമെന്നറിയുന്നു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെനറ്റ് യോഗം റദ്ദാക്കാനും സാധ്യതയുണ്ട്. പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാൻ VCക്ക് നിർദ്ദേശം നൽകിയേക്കും. നന്ദി.